പ്രവാസികൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും യൂറോപ്പിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവിടെ ഒരു വീട് സ്വന്തമാക്കണം അല്ലെങ്കിൽ അവിടെ ഒരു ഭൂമി സ്വന്തമാക്കണം എന്നൊരു സ്വപ്നം അത് എന്തായാലും എല്ലാവർക്കും ഉള്ളതാണ്. അതും പ്രത്യേകിച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. മോണ്ടിനെഗ്രോയില് ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹമാണ് ബാവ സലീം. ഈ ഒരു വിഷയത്തിൽ അന്ന് വന്നപ്പോ ഒരു പ്ലോട്ട് പോലും വിൽക്കാത്ത ഒരാളാണ്. ഇന്ന് വരുമ്പോ കൈ നിറയെ ഓർഡറുമായിട്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനമുണ്ട്. അന്നത്തെ അവിടെ നിന്നും ഇന്നത്തേക്കുള്ള ദൂരം ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. അന്ന് നമ്മൾ ശരിക്കും 2022 ഞാൻ അവിടെ പോകുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പുതിയ കൺട്രി, പുതിയ സ്ഥലം. അപ്പൊ നമ്മൾ പുതിയ കൺട്രിയാണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനും അതുപോലുള്ള അവിടുത്തെ റവന്യൂ റൂൾസ്, ബിൽഡിംഗ് റൂൾസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. അപ്പൊ അതിനൊക്കെ കുറച്ച് ടൈം എടുത്തു. ആദ്യം എടുത്തത് 2 യൂണിറ്റ്. അതെ, ആദ്യം ചെറിയൊരു 2 യൂണിറ്റ്. അത് നമ്മൾ അനൗൺസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് സോൾവ് ആയി. അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ് ഇപ്പൊ ഈ റിസോർട്ട് അപ്പാർട്ട്മെന്റ്. ഇതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു സൈഡ് സീ ആണ്, ഒരു സൈഡ് സിറ്റി ആണ്. എത്ര യൂണിറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്? ഇത് ഏകദേശം 31 യൂണിറ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് പകുതിയിൽ മേലെ ഇപ്പൊ സോൾഡ് ഔട്ട്. ഇനിയിപ്പോ ഒരു 10-12 യൂണിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ അത് നമ്മള് അതൊന്ന് സോൾഡ് ഔട്ട് ചെയ്തൊരു പ്രത്യേക ഓഫർ കൊടുത്തിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ചെയ്ത് നമ്മൾ അടുത്ത ഓണത്തിന് ഓഫർ ഉണ്ടോ? ഓണത്തിന് നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഈ ഒരു മാസം അടുത്ത മാസമായിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മളൊരു 5% സ്ട്രേറ്റ് ഓഫർ. അപ്പൊ ഈ 5% പ്രൈസ് എങ്ങനെയാണ് നോർമലി വരുന്നത്? പ്രൈസ് നമ്മൾ നോർമൽ വരുന്ന അവിടുത്തെ മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറവാണ്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ഇത്ര യൂണിറ്റേ ഉള്ളൂ ഇനിയിപ്പോ. അതുകൊണ്ട് നമ്മൾ അതങ്ങ് ഫുൾ ആയിട്ട് വിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രോജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മൂന്നാമത്തെ പ്രോജക്ട് എന്താണ്? ഇതിപ്പോ ഗവൺമെന്റ് പുതിയതായിട്ട് അനൗൺസ് ചെയ്ത ഒരു ഇതാണ്. അതായത് ഇന്ത്യൻസിന് അവിടെ ലീഗലായിട്ട് ബിൽഡിംഗ് പണിയാവുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ, ബിൽഡബിൾ പ്ലോട്ട് ആണെങ്കിൽ ആ പ്ലോട്ട് മേടിക്കാം. ഇത് ഞങ്ങൾ പ്ലോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ, വില്ല പ്ലോട്ട്. അവർക്ക് ബിൽഡ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യും. അവർ ആ മാർക്കറ്റ് റേറ്റിനേക്കാളും ഒരു 1000 യൂറോ വെച്ച് കുറവായിരിക്കും നമ്മൾ ചെയ്യുന്നത്. റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 500 യൂറോ, ഞാൻ ഗ്യാരണ്ടി പറയാണ്, 500 യൂറോ വെച്ച് കിട്ടും. കാരണം ഇത് ഈ പ്ലോട്ട് വരുന്ന പ്രൈം ലൊക്കാലിറ്റിയിലാണ്. പൊതുവെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ദൂരത്തിലാണ്. ഒരു സൈഡ് സീ ആണ്, ഒരു സൈഡ് കോർപ്പറേറ്റ് റോഡാണ്. അവിടെയാണ് ഈ പ്ലോട്ട് വരുന്നത്. ചെറിയ പ്ലോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്? ഇപ്പൊ നമ്മൾ ഗോൾഡൻ വീസ പോലെ, റെസിഡൻസ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? തീർച്ചയായിട്ടും അപ്പാർട്ട്മെന്റ് ആണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും പ്ലോട്ട് മേടിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് എക്സ്പെൻസ്, വില്ല് പണിയുമ്പോൾ എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറി ആളുകൾക്കാണ് പ്ലോട്ട് നല്ലത്. അപ്പാർട്ട്മെന്റ് എടുക്കുകയാണ്, അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അടുത്ത വർഷം കംപ്ലീറ്റ് ആവും. അപ്പോൾ അടുത്ത വർഷം നമ്മൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവും. ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് റെസിഡൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ നാട്ടിലിപ്പോ പഞ്ചായത്തിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ഡോറിന്റെ നമ്പർ കിട്ടി കഴിഞ്ഞാൽ, സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാമല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ഡോറും വിൻഡോയും ഫിറ്റ് ചെയ്ത് നമ്മുടെ ഈ സ്ട്രക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് റെസിഡൻസി കിട്ടും. 3 പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. ഒന്ന് വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ ഫുൾ ഫാമിലിയും യൂറോപ്യൻ റെസിഡൻസി കിട്ടും, മോഡിനറി റെസിഡൻസി. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു റെന്റൽ റിട്ടേൺസ്, അതായത് ഒരു 10 to 12% ഗ്യാരണ്ടീഡ് ആണ്. മിനിമം ഒരു 50 to 60 യൂറോ പെർ ഡേ നമുക്ക് ഈ സ്റ്റുഡിയോ യൂണിറ്റ് കിട്ടും. ഈ സ്റ്റുഡിയോ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 78 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് വരും. 78,000 യൂറോയാണ് നമ്മൾ വിളിക്കുന്നത്. ഒന്നാമത് ടൂറിസം നന്നായിട്ട് നല്ല കൺട്രിയാണ്, പിന്നെ നല്ല കാലാവസ്ഥയാണ്, പിന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരാൻ പോകുന്ന ഒരു കൺട്രി കൂടിയാണ് അടുത്ത് തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ യൂറോപ്യൻ യൂണിയനിൽ എല്ലാ ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. അതേ സമയത്ത് തന്നെ നമുക്ക് നൂലാമാലകൾ ഇല്ലാണ്ട് അവിടെ. അതാണ് മൂന്നാമത്തെ ബെനിഫിറ്റ്. യൂറോപ്യനുള്ളിൽ എന്തായാലും ജോയിൻ ചെയ്യാൻ പോകുന്ന കൺട്രി. അതേപോലെ നാട്ടിലുള്ള ആൾക്കാർക്ക് പൊതുവില് മലയാളികൾക്ക് നേരിട്ട് കാണണം അല്ലെങ്കിൽ ആരെങ്കിലും ഓഫീസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോർമലായിട്ട് ചോദിക്കുമല്ലോ. നാട്ടിൽ നമുക്ക് ഓഫീസ് ഉണ്ട്. നമുക്ക് റോപ്പൺ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ പേരിലാണ് ഓഫീസ്. അത് നമുക്ക് MG റോഡിൽ മുല്ലശ്ശേരി കനാൽ റോഡിലാണ് ഓഫീസ്. ആർക്കെങ്കിലും വേണം അവിടെ പോയി ചെയ്യാം. പിന്നെ ദുബായിൽ നമുക്ക് മറ്റേ നമ്മുടെ വേൾഡ് ട്രേഡ് ആ സമയത്ത് വന്ന സമയത്ത് ഓഫീസ് ഉണ്ടായില്ല. ഇപ്പൊ ദുബായിൽ നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. മെയിൻ ഓഫീസ് നമ്മുടെ മോണ്ടിനെഗ്രോയിലാണ്. ആർക്കെങ്കിലും മോണ്ടിനെഗ്രോയിൽ വന്നിട്ട് നേരിട്ടൊന്ന് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള സൗകര്യം. ശരിക്കും പറഞ്ഞാൽ ഷെങ്കൻ വിസ, UK വിസ, US വിസ വഴിയാണ് വരേണ്ടത്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് അബുദാബിയിലെ എംബസി വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് കിട്ടാനായിട്ട്. ഞാൻ ഇൻഷാല്ലാ ഉടനെ തന്നെ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. നമ്മളൊന്ന് പോയിട്ട് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആൾക്കാർക്ക് ഒന്ന്. ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ സലീം ഖാൻ എന്ന് പറയുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരാളാണ്. ഇനി ആർക്കെങ്കിലും ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ, ഇന്ത്യയിലാണെങ്കിലോ മോണ്ടിനെഗ്രോ ആണെങ്കിലോ ദുബായിലാണെങ്കിലോ ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ അറിയിക്കും. എന്തായാലും യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട് നമുക്കൊരു വീട് സ്വന്തമാക്കാൻ ഒരു സ്ഥലം വാങ്ങിക്കാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഉപയോഗപ്പെടുത്താം. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസിന് നമുക്ക് നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. അതായത് 5% പ്ലസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറോ ഏജന്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എടുത്ത് നിങ്ങൾക്ക് വിൽക്കാനുള്ള ഇൻവെസ്റ്റേഴ്സിനോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്മീഷൻ ലഭിക്കുന്നു. എന്തായാലും ഉഷാറാവട്ടെ, എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് നന്നായിട്ട് മലയാളികളൊക്കെ ലോകം മുഴുവൻ അങ്ങനെ പരന്നു പോട്ടെ. മോണ്ടിനെഗ്രോയിലും ഒരു വലിയൊരു മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ ഉഷാറായിട്ട് വരട്ടെ. താങ്ക് യു. മുനീർ അൽ വഫ വിത്ത് ലവ്.